നമസ്കാരം. ഹിന്ദുസ്ഥാൻ ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഓണനാളുകളിൽ ഏവർക്കും ഓണാശംസകൾ. നമുക്കിപ്പോൾ ഓണത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ഓണ ദിവസങ്ങളാണ്. ഓണത്തിൻ്റെ ഐതിഹ്യവും കഥകളും നമുക്കൊന്ന് വീണ്ടും ചർച്ച ചെയ്യാം, ആലോചിക്കാം. ഓണത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഓണം എന്താണെന്നും ഓണം എങ്ങനെയാണെന്നും ഓണം എന്നാണെന്നൊക്കെ മലയാളികൾ അത്രയും നെഞ്ചേറ്റുന്ന, ഹൃദയത്തിലേറ്റെടുത്തിരിക്കുന്ന ഉത്സവമാണ് ഓണം. മലയാളിയുടെ കൊയ്ത്തുത്സവമാണ്. അതിനു പുറമെ കേരളത്തിൻ്റെ ദേശീയോത്സവമാണ്. അങ്ങനെ ഓണത്തിന് പല സ്ഥാനങ്ങളാണ് നമ്മൾ കൽപ്പിച്ച് നൽകിയിട്ടുള്ളത് മലയാളികളുടെ ഈ സ്വന്തം ഓണത്തിന്. നമുക്കിവിടെ ഓണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ ഈ ഉത്സവത്തിൻ്റെ പിന്നിലെ ഐതിഹ്യങ്ങളുണ്ട്, കഥകളുണ്ട്, ചരിത്രമുണ്ട്. അങ്ങനെ ഇതെല്ലാം ചരിത്രവും കഥയും ഐതിഹ്യവും എല്ലാം ഉൾപ്പെടുന്ന ഇഴചേർന്ന് കിടക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഓണത്തിൽ നമുക്ക് ആദ്യമേ നമ്മൾ ഓണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് മാവേലിയാണ്. മഹാബലി തമ്പുരാൻ, മാവേലി എഴുന്നള്ളുന്നു എന്ന് പറയുന്ന മാവേലി എന്നൊരു കൺസെപ്റ്റ് നമ്മുടെ മുന്നിൽ ആദ്യം വരുന്നു ഓണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. ഒപ്പം തന്നെ വാമനമൂർത്തി, വാമനൻ. അങ്ങനെ വാമനനും മഹാബലിയും ചേരുമ്പോഴാണ് ഓണമാകുന്നത്. ആ ഐതിഹ്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ ഐതിഹ്യങ്ങളെക്കുറിച്ച് കഥകൾ ധാരാളം പുസ്തകങ്ങളിൽ തന്നെയുണ്ട്. മഹാബലി ചരിതം എന്ന് പറഞ്ഞ പാട്ട് ഉണ്ട്. മഹാബലി ചരിതം പാട്ടിലെ മഹാബലിയെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് പറയുന്നു. ഇനി വാമനനെ കുറിച്ച് മഹാബലിയെക്കുറിച്ചൊക്കെ പുരാണങ്ങളും ധാരാളം പറയുന്നുണ്ട്. ഭാഗവത പുരാണം, വാമന പുരാണം, വിഷ്ണു പുരാണത്തിലെ വൈഷ്ണവ അവതാരങ്ങളെക്കുറിച്ച് അങ്ങനെ ധാരാളം പുരാണങ്ങളിലും ഈ വാമനൻ്റെയും മഹാബലിയുടെയും കഥകളൊക്കെ പറയുന്നുണ്ട്. രസകരമായ കാര്യം, ഈ പുരാണങ്ങളിൽ പറയുന്ന മഹാബലിയോ വാമനനോ ഒന്നുമല്ല നമ്മുടെ ഓണക്കഥകളിലെ മഹാബലിയും വാമനനൊക്കെ. അതാണ് അതിലെ രസകരമായ കാര്യം. നമ്മൾ ആലോചിക്കേണ്ട കാര്യം കൂടിയാണത്. പുരാണങ്ങളിൽ മഹാബലിയുണ്ട്, വാമനനുണ്ട്. എന്നാൽ ആ മഹാബലിയും വാമനനും അല്ല നമ്മുടെ ഓണക്കഥകളിലെ മഹാബലിയും വാമനനും. അതെന്താണ് അതിൻ്റെ വ്യത്യാസം, എങ്ങനെയാണത് സംഭവിക്കുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. ഓണക്കഥകളിൽ നമുക്കറിയാം മഹാബലി തമ്പുരാൻ കേരളം വാണിരുന്ന അസുര ചക്രവർത്തിയായിരുന്നു മഹാബലി എന്നാണ് നമ്മൾ ഐതിഹ്യം. പ്രഹ്ലാദൻ്റെ മകനായ വിരോചനൻ്റെ മകനായ മഹാബലിയെക്കുറിച്ച് പുരാണങ്ങൾ പറയുന്നു. ഇനി ഈ മഹാബലി കേരളം വളരെ നല്ല നിലയ്ക്ക് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കഥകളൊക്കെ നമുക്കറിയാം. മഹാബലി ചരിതം പാട്ടിലെ ആ കാലത്തെക്കുറിച്ച്, മഹാബലി കേരളം വാണിരുന്ന കാലത്തെക്കുറിച്ച് പാടുന്നത് ഇങ്ങനെയാണ്. നമ്മളെല്ലാം ഓണത്തെക്കുറിച്ച് പാടുന്ന പാട്ട് തന്നെ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല മാവേലി നാടു വാണിടും കാലം എന്ന് പറഞ്ഞ് നമ്മൾ ആ കാലത്തെക്കുറിച്ച് പാടിപ്പോഴ്ത്താറുണ്ട്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞിരുന്ന ആ കാലത്തെക്കുറിച്ച്. അത് മഹാബലി ചരിതം പാട്ടിലെ, മലയാളം പാട്ടിലെ കഥയാണ്. ഇനി പുരാണങ്ങളിൽ പറയുന്നതോ, നേരത്തെ പറഞ്ഞു പുരാണങ്ങളിൽ പറയുന്ന മഹാബലിയും വാമനും ഒന്നുമല്ല നമ്മുടെ ഓണത്തിലെ മഹാബലിയും വാമനൊക്കെ എന്ന്. എങ്ങനെ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. പുരാണങ്ങളിൽ പറയുന്നു മഹാബലി എന്നൊരു അസുര ചക്രവർത്തി, ഭക്തപ്രഹ്ലാദൻ്റെ മകനായ വിരോചനൻ്റെ മകനായ മഹാബലി എന്ന അസുര ചക്രവർത്തി ഇന്ദ്രനെ ജയിച്ച് ദേവന്മാരെയെല്ലാം തോൽപ്പിച്ച് ഭൂലോകം ഭരിച്ചിരുന്നെന്നും ആ മഹാബലിയിൽ നിന്ന് ഭൂലോകത്തെ തിരിച്ചുപിടിച്ച് ഇന്ദ്രനെ ഏൽപ്പിക്കാനായിട്ട് വാമനമൂർത്തിയായിട്ട് മഹാവിഷ്ണു അവതരിച്ചു എന്നൊക്കെയുള്ള കഥകളാണ് പുരാണങ്ങൾ പറയുന്നത്. ആ മഹാബലിയും വാമനും തന്നെയാണ് നമ്മളെ കഥകളിലും ഓണക്കഥകളിലും വരുന്നത്. പക്ഷേ അതെന്താണ് അതിൻ്റെ വ്യത്യാസം എന്നാണ് നോക്കേണ്ടത് നമുക്ക്. ഈ മഹാബലിയും പുരാണങ്ങളെന്ന് പറഞ്ഞാൽ വാമന പുരാണത്തിലും ഭാഗവത പുരാണത്തിലും ഉൾപ്പെടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ വാമന അവതാര കഥകളൊക്കെ.
തതോ മാസേധ ദശമേ കാലേ പ്രസവ ആഗതേ അജായത സ ഗോവിന്ദോ ഭഗവാൻ വാമനാകൃതി എന്ന് വാമനപുരാണത്തിലെ വാമനാവതാര ദിവസത്തെക്കുറിച്ച് പറയുകയാണ്, സമയത്തെക്കുറിച്ച്. വാമനപുരാണത്തിൻ്റെ 30-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകമാണത്. തതോ മാസേധ ദശമേ കാലേ പ്രസവ ആഗതേ. അങ്ങനെ ഭഗവാൻ വാമനാകൃതിയായിട്ട് അജായത എന്നാണ് പറയുന്നത്. മാതാവായ അതിഥി ദേവിക്ക് വാമന രൂപത്തിൽ മഹാവിഷ്ണു ജനിച്ചു എന്ന്. അതേ കാര്യം ഭാഗവത പുരാണത്തിൽ പറയുന്നത്, ശ്രീമദ് ഭാഗവതത്തിൻ്റെ അഷ്ടമസ്കന്ധം അതിൽ 18-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തേഭിജിതി പ്രഭു സർവേ നക്ഷത്രതാരാദ്യാശ്ചക്രുസ്തജ്ജന്മ ദക്ഷിണം എന്ന്. ശ്രോണായാം ശ്രവണദ്വാദശ്യാം, ശ്രോണായിൽ ശ്രവണദ്വാദശ്യാം, ശ്രാവണമാസത്തിലെ ദ്വാദശി തിഥിയിലെ ശ്രോണ നക്ഷത്രത്തിലെ തിരുവോണം നക്ഷത്രത്തിൽ മുഹൂർത്തെ അഭിജിത് മുഹൂർത്ത സമയത്ത് ആണ് തജ്ജന്മ ദക്ഷിണ വാമനമൂർത്തി ജനിച്ചു, വാമനമൂർത്തി അവതരിച്ചു എന്ന് ശ്രീമദ് ഭാഗവതത്തിൻ്റെ അഷ്ടമസ്കന്ധത്തിലെ 18-ാം അധ്യായത്തിൽ പറയുന്നു. ആ കഥയിലും ഇത് തന്നെയാണ്. മഹാബലി യാഗം നടത്തുന്നു, മഹാബലി ദിഗ്വിജയം നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ദിഗ്വിജയത്തിന് ശേഷം അതിൻ്റെ അശ്വമേധയാഗം നടത്തുന്നു. ആ അശ്വമേധയാഗത്തിലേക്ക്, യാഗവേദിയിലേക്ക് വാമനമൂർത്തിയായിട്ട് വന്ന അവതരിച്ച വാമനമൂർത്തി വന്ന് യാചിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആ സംഭവം നടക്കുന്നത് സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഭാഗവത പുരാണത്തിലും ഒക്കെ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്. ഭാഗവതത്തിൽ പറയാണ്, മഹാബലി ചക്രവർത്തി ഭൂലോകം മുഴുവൻ കീഴടക്കിയ മഹാബലി ചക്രവർത്തി മഹാബലവാൻ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ആ പേര് തന്നെ മഹാബലി എന്ന് പേര് വന്നത്. തം നർമ്മദായാസ്തട ഉത്തരേ ബലേർ ഋത്യുജസ്തേ ഭൃഗുഗച്ഛ സംജ്ഞകേ എന്ന്. നർമ്മദാ നദിയുടെ ഉത്തരതീരത്ത്, നർമ്മദാ നദിയുടെ വടക്കേ തീരത്ത് ആ ബലിയുടെ ആ യാഗവേദിയിലേക്ക് വാമനം വന്നു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അതായത് നർമ്മദാ നദിയുടെ വടക്കേ തീരത്ത് ഭൃഗുഗച്ഛ സംജ്ഞകേ, ഭൃഗുഗച്ഛം എന്നു പേരായ ആ രാജ്യത്ത്, ആ സ്ഥലത്ത്, ഉത്തരേന്ത്യയിലെ സ്ഥലം ആണത് ഭൃഗുഗച്ഛം എന്ന സ്ഥലം. അവിടെ മഹാബലി യാഗം നടത്തുമ്പോൾ ആ യാഗസ്ഥലത്തേക്ക് വാമനൻ വന്നു എന്നാണ് ഭാഗവത പുരാണത്തിൽ പറയുന്നത്. അതുതന്നെ നമ്മുടെ നാരായണീയത്തിലെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് രചിച്ച നാരായണീയത്തിന് 30-ാം ദശകം വാമനാവതാരമാണ്. അതിൽ പറയുന്നു: താം നർമ്മദോത്തരതടേ ഹയമേധശാലാമാസേതുഷി ത്വയിരുചാതവരുദ്ധ നേത്രൈഹി എന്ന്. ആ നർമ്മദോത്തര തടത്തിൽ, നർമ്മദാ നദിയുടെ വടക്കേ തടത്തിൽ ഹയമേധശാലാം, ആ ഹയമേധശാലയിൽ അശ്വമേധ യാഗം നടക്കുന്ന വേദിയിലേക്ക് ആസേതുഷി ത്വയിരുചാതവരുദ്ധ നേത്രൈഹി അങ്ങ് വന്നല്ലോ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്ന രീതിയിൽ പറയുകയാണ്. അങ്ങ് വാമനമൂർത്തിയായിട്ട് നർമ്മദാ നദിയുടെ ഉത്തര തീരത്ത് മഹാബലി ഭരിച്ചിരുന്ന സ്ഥലത്ത് അവിടെ യാഗവേദിയിൽ അങ്ങ് വന്നല്ലോ എന്ന് നാരായണീയത്തിലും പറയുന്നു. അങ്ങനെ ഈ പുരാണങ്ങളിലും നാരായണീയം പോലുള്ള സ്തോത്രങ്ങളിലെല്ലാം പറയുന്ന വാമനനും മഹാബലിയും ഒക്കെ ഉത്തരേന്ത്യയിലാണ്. അതാണ് ചുരുക്കി പറഞ്ഞാൽ. നർമ്മദാ നദിയുടെ വടക്കാണ്. ഇന്നത്തെ ഗുജറാത്ത് സംസ്ഥാനത്തിലെ ഭറൂച്ച് എന്ന സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും പറയുന്നു. ഏതായാലും നർമ്മദാ നദിയുടെ വടക്കാണ്, ഉത്തരേന്ത്യയിലാണ് മഹാബലി ഭരിച്ചിരുന്നതും മഹാബലി യാഗം നടത്തിയതും വാമനമൂർത്തി വന്നതും എന്ന് പുരാണങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. നമ്മളിവിടെ കേരളം ഭരിച്ചിരുന്ന മഹാബലിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഐതിഹ്യമൊക്കെ, ഓണക്കഥകളൊക്കെ. ഈ ഓണമാണെങ്കിൽ കേരളത്തിൻ്റെ മാത്രം ഉത്സവമാണ്, കേരളത്തിൻ്റെ തനതായ ഉത്സവമാണ് ഓണം. എങ്ങനെ ഈ പുരാണങ്ങളിലെ മഹാബലിയും വാമനനും ഒക്കെ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് വന്നു, കേരളത്തിൻ്റെ ഓണക്കഥകളിലേക്ക് വന്നു എന്നുകൂടി അറിയേണ്ടതുണ്ട്. അതറിയുന്നത് രസകരമാണ്. അതിന് ചരിത്രത്തിൻ്റെയും മറ്റ് കഥകളുടെയും എല്ലാം പിൻബലം കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഓണത്തിൻ്റെ ആഘോഷത്തിന് ചരിത്രമുണ്ട്, ഐതിഹ്യമുണ്ട്, കഥകളുമുണ്ട് എന്നെല്ലാം പറയുന്നത്. എങ്ങനെ ഈ പുരാണങ്ങളിലെ കഥ ഓണക്കഥകളിലേക്ക് വന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതേതായാലും ഒരു അധികാരമാറ്റത്തിൻ്റെ കഥയാണ്. കാരണം ഭൂലോകം ഭരിച്ചിരുന്ന മഹാബലവാനായ മഹാബലിയെ ആ അധികാരത്തിൽ നിന്ന് മാറ്റി ആ ഭൂമി മുഴുവൻ ഇന്ദ്രനായി കൊടുക്കുന്ന കാര്യങ്ങളാണ് പുരാണത്തിൽ പറയുന്നത്. വാമനപുരാണത്തിൽ പറയുന്നു: സുതലം നാമ പാതാളമധസ്താദ്വസുധാതലാത് ബലേർദത്തം ഭഗവതാ വിഷ്ണുനാ പ്രഭവിഷ്ണുന എന്ന് വാമനപുരാണത്തിൽ പറയുന്നുണ്ട്. അതായത് യാഗവേദിയിലെത്തിയ വാമന രൂപിയായി എത്തിയ മഹാവിഷ്ണു അല്ലെങ്കിൽ വാമനമൂർത്തി
ബലിയോട് 3 അടി യാചിക്കുകയാണ്. മാം അഗ്നിശരണാർത്ഥായ ദേഹിരാജൻ പദത്രയം എന്നാണ് വാമനപുരാണത്തിൽ പറയുന്നത്. ദേഹിരാജൻ പദത്രയം, അല്ലയോ രാജാവേ എനിക്ക് പദത്രയം തന്നാലും 3 അടി മണ്ണ് തന്നാലും എന്ന് യാചിച്ചു. അത് അദ്ദേഹം കൊടുക്കുന്നു. എല്ലാം രത്നവും ഗ്രാമം മുഴുവൻ കൊടുക്കാൻ സമ്മതിക്കുന്നു. അതൊക്കെ പറയുമ്പോൾ അങ്ങ് എന്തിനീ 3 അടി മണ്ണ് മാത്രം യാചിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ വാമനമൂർത്തി പറയാണ്, സുവർണഗ്രാമരത്നാദി തദർത്ഥിഭ്യ പ്രതീയതം, എനിക്ക് സ്വർണ്ണോ ഗ്രാമോ രത്നമൊന്നും വേണ്ട, അതെല്ലാം അത് ചോദിക്കുന്നവർക്ക് കൊടുത്തോളൂ, എനിക്ക് ദേഹിരാജൻ പദത്രയം, എനിക്കൊരു 3 അടി മണ്ണ് മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2 അടി അളന്ന. അങ്ങനെ 2 അടി കൊണ്ട് ആദ്യത്തെ അടി കൊണ്ട് ഈ സമയം കൊണ്ട് വാമനമൂർത്തിയായ കൊച്ചു മനുഷ്യൻ മഹാവിഷ്ണുവിൻ്റെ ആ വാമനമൂർത്തി വലിയ വിരാട് രൂപിയായി. ഒരടി കൊണ്ട് ഭൂലോകം മുഴുവനും, 2ാമത്തെ ലോകം കൊണ്ട് ആകാശലോകവും അളന്നു എന്നൊക്കെയാണ് കഥ. അങ്ങനെ 3ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലാതെ ആയപ്പോഴാണ് മഹാബലി ശിരസ് കുനിച്ചു കൊടുത്തു. ശിരസ് തലയിൽ മഹാബലി വാമനമൂർത്തി പാദസ്പർശം ചെയ്തു. അങ്ങനെ മഹാബലിയെ സുതലത്തിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. അതേ കാര്യം വാമനപുരാണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സുതലം നാമ പാതാളം അധസ്താദ്വസുധാതലാത് ബലേർദത്തം. സുതലം എന്നു പേരായ പാതാള ലോകത്തേക്ക് അത് മഹാബലിയെ പറഞ്ഞയച്ചു എന്ന്. സുതലം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് താഴെ 14 ലോകങ്ങളാണ്. അത് ഭൂമിക്ക് താഴെ 7 ലോകം, ഭൂമി ഉൾപ്പെടെ മുകളിലേക്ക് 7 ലോകം, അങ്ങനെയാണ് 14 ലോകം. അതലം വിതലം നിതലം സുതലം തലാതലം മഹാതലം രസാതലം എന്നൊക്കെ താഴേക്കുള്ള ലോകത്തെക്കുറിച്ച് പറയും. ഇതെല്ലാം പാതാള ലോകം തന്നെയാണ്, അതിൻ്റെ വ്യത്യസ്ത പേരുകളാണ്. മുകളിലേക്ക് ഭൂലോകം, ഭൂർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം, അങ്ങനെ ഏറ്റവും മുകളിലെ സത്യലോകവും ഏറ്റവും താഴെ രസാതലവുമായിട്ടുള്ള ഒരു 14 ലോകം എന്നുള്ള സങ്കല്പമാണ് ഭാരതീയ രീതിയിലുണ്ടായിരുന്ന പണ്ട് പുരാണങ്ങളെല്ലാം പറയുന്നത്. അതിൽ സുതലത്തിലേക്ക്, സുതലം നാമ പാതാള മധസ്താദ്വസുധാതലത്തെ വാമനപുരാണം, സുതലം എന്നിവരായ പാതാള ലോകത്തിലേക്ക് മഹാബലിയെ പറഞ്ഞയച്ചു. എന്നിട്ട് ഈ ലോകം മഹാബലിക്കായി കൊടുത്തു എന്ന് പറഞ്ഞു. ബലേർദത്തം ഭഗവത, അത് സുതലം ബലിക്ക് കൊടുത്തിട്ട് പിന്നെ ഇന്ദ്രന് ഈ ലോകം മുഴുവൻ കൊടുത്തു. അത് അടുത്ത മറ്റൊരു ശ്ലോകത്തിൽ പറയുന്നു: സാവർണികേതു സംപ്രാപ്തേ ഭവാൻ ഇന്ദ്രോ ഭവിഷ്യതി ഇദാനീം ഭുവനം സർവം ദത്തം ശക്രായ വൈപുരാന്ന്. അതായത് അങ്ങനെ സുതലത്തിലേക്ക് താഴ്ത്തുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, മഹാബലിയോട് പറഞ്ഞു, സാവർണികേതു സംപ്രാപ്തേ, അടുത്ത മന്വന്തരമായ, ഇപ്പോഴത്തെ മന്വന്തരം വൈവസ്വത മന്വന്തരമാണ്, അടുത്ത മന്വന്തരമായാൽ സാവർണിക മന്വന്തരം വരുമ്പോൾ ഭവാൻ ഇന്ദ്രോ ഭവിഷ്യതി, അങ്ങ് ഇന്ദ്രനാവും, അങ്ങേക്ക് ഇന്ദ്രപദവി ലഭിക്കും. ഇദാനീം ഭുവനം സർവം, ഇപ്പോൾ ഈ ഭൂമി മുഴുവൻ ദത്തം ശക്രായ വൈപുര, ഇത് ഇന്ദ്രന് കൊടുത്തിട്ടുള്ളതാണ്, ഇന്ദ്രൻ അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ അധികാര കൈമാറ്റം നടത്തുന്നത്. ഇന്ദ്രനെ മഹാബലിയെ അധികാരത്തിൽ നിന്ന് മാറ്റി ഇന്ദ്രന് അധികാരം കൊടുക്കുന്നു. ഒരു അധികാര മാറ്റത്തിൻ്റെ കഥയാണ് പുരാണങ്ങളിലായാലും ഈ കഥ, മഹാബലി വാമന കഥ പറയുന്ന സന്ദർഭം അധികാരമാറ്റത്തിൻ്റെതാണ്. ഇവിടെ നമ്മൾ ചരിത്രത്തിലേക്ക് കൂടി വരുമ്പോൾ ഈ കഥ നമ്മൾ പറഞ്ഞു ഉത്തരേന്ത്യയിൽ സംഭവിച്ചതാണ് പുരാണങ്ങൾ പ്രകാരം. അത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഇവിടെയും ഒരു അധികാരമാറ്റത്തിൻ്റെ സന്ദർഭത്തിലേക്ക് ഈ പുരാണ കഥയെ സന്നിവേശിപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും. അങ്ങനെയാണ് ചരിത്രകാരന്മാരും മറ്റും മനസ്സിലാക്കുന്നതും. അത് അതിപുരാതന കാലത്ത് ഈ ഓണത്തെക്കുറിച്ച് വളരെ സംഘകാല സാഹിത്യത്തിൽ തന്നെ പരാമർശമുണ്ട്. മധുരൈ കാഞ്ചി പോലുള്ള ഗ്രന്ഥങ്ങളിലെ സംഘകാല കൃതികളിലെല്ലാം ഈ ഓണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു അധികാരമാറ്റം നടന്നു. അത് ഒരു ശിവഭക്തനായ ഒരു അസുര ചക്രവർത്തി ആയ ഒരു മഹാബലി, അത് മഹാബലി എന്നത് സിംബോളിക്കാണ്. ഓണക്കഥകളിലെ മഹാബലിയും വാമനനും പ്രതീകാത്മകം എന്ന് നമുക്ക് പറയാം. ഇവിടെ ഒരു അസുര ചക്രവർത്തി, ശിവഭക്തനായ ഒരു അസുര ചക്രവർത്തിയെ ആ നിഷ്കാസിതനാക്കി. ഇവിടെ ഒന്നോർക്കേണ്ടത്, വധിക്കുന്നില്ല, അസുര ചക്രവർത്തിയെ വധിക്കുന്നില്ല, അധികാരത്തിൽ നിഷ്കാസിതനാക്കുന്നേ ഉള്ളൂ. എന്നിട്ട് വിഷ്ണുവിൻ്റെ അവതാരമായ വാമനമൂർത്തി ഇന്ദ്രനായിക്കൊണ്ട് കൊടുക്കുന്നു എന്നാണ് പുരാണം. അതിവിടെ ആ കഥ ഇവിടേക്ക് വരുമ്പോൾ ആ അസുര ചക്രവർത്തിയെ അധികാരത്തിൽ നിന്ന് മാറ്റി ദേവവംശത്തിന് അധികാരം കൈമാറുന്ന ഒരു കഥയാണ്, ഒരു ചരിത്രമാണ് ഇവിടെ. അതൊരു ചരിത്രത്തിൻ്റെ തുടർച്ചയാണ്. ആ ചരിത്രത്തിലേക്ക് ഈ പുരാണത്തിൻ്റെ കഥ സന്നിവേശിപ്പിക്കുക മാത്രമാണ് നടന്നത്. അത് കേരളത്തിൽ പുരാതനമായി ഉണ്ടായിരുന്ന ഒരു ഭരണത്തെ, ഒരു വംശത്തിൻ്റെ ഭരണത്തിനെ അധികാരത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറ്റി മറ്റൊരു വംശത്തിൻ്റെ, ഇവിടെ ദേവവംശം ആണ് വാമനമൂർത്തി സിംബോളിക്കായിട്ട് പ്രതീകാത്മകമായി വരുന്നതുകൊണ്ട് തന്നെ ഇന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ദേവവംശത്തിന് അധികാരം കൈമാറുന്ന ഒരു കഥ. അതുകൊണ്ട് തന്നെ ഇതൊരു ചരിത്രം കൂടിയായി വരുന്നു. കേരളത്തിൻ്റെ പുരാതന ഭരണം മാറി പിൽക്കാലത്ത് മറ്റൊരു ഭരണം വരുന്ന ഒരു അധികാര കൈമാറ്റത്തിൻ്റെ കഥ.
അങ്ങനെ ഇത് കേരള ചരിത്രത്തിൻ്റെ കഥ കൂടിയാകുന്നു. അങ്ങനെയാണ് ഓണം കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ കഥയാകുന്നത് കൊണ്ടാണ് ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവം കൂടി എന്ന് പറയുന്നത്. ഇതിൽ വെറും ഐതിഹ്യം മാത്രമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മതപരമായ ചടങ്ങുകളോ മാത്രമല്ല, ഇതിനകത്ത് വരുന്നത് ചരിത്രം കൂടിയുണ്ട്. ആ ചരിത്രം ഇങ്ങനെയാണ്, ഒരു അധികാര കൈമാറ്റത്തിൻ്റെ കഥ ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെയാണ് പുരാണങ്ങളിലെ കഥ ഇവിടേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഓണത്തിൻ്റെ കഥ എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ ചരിത്രമുണ്ട്, ഐതിഹ്യമുണ്ട്, കഥയുണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ അങ്ങനെ ഈ മഹാബലി കൊല്ലംതോറും പ്രജകളെ കാണാൻ വരുന്നു എന്നുള്ള സുന്ദരമായ സങ്കല്പം. അപ്പോൾ ഇവിടെ ശൈവ വൈഷ്ണവ വ്യത്യാസമില്ല, ഇവിടെ ദേവ അസുര വ്യത്യാസമില്ല. ഇവിടെ മഹാബലിയെ ആദരിച്ചുകൊണ്ടാണ് വാമനമൂർത്തി സുതലത്തിലേക്ക് പറഞ്ഞേക്കുന്നത്. സുതലത്തിൽ മഹാബലിക്ക് മഹാവിഷ്ണു തന്നെ കാവൽ നിൽക്കുന്നു എന്നൊക്കെ പുരാണങ്ങൾ പറയുന്നു. അത്തരം ആദരത്തോടു കൂടിയാണ് മഹാബലിയെ അധികാരത്തിൽ നിഷ്കാസനാക്കി ഇന്ദ്രന് അധികാരം കൊടുക്കുന്നു. എന്നിട്ട് പിന്നീട് അടുത്ത ഇന്ദ്രപദവി കൊടുക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ മറ്റു വംശത്തെ ദ്വന്ദ്വാതീതമായിട്ട്, ഇവിടെ അസുരനെന്നോ ദേവനൊന്നോ ഇല്ല. മഹാബലി അസുര രാജാവാണ്, ഇവിടെ ഇന്ദ്രൻ എന്ന ഇന്ദ്രനാണ്, ദേവരാജാവിനാണ് അധികാരം കൊടുക്കുന്നതെന്നും പുരാണ കഥകൾ പറയുന്നു. അപ്പോൾ അവിടെ അസുര ദേവ വ്യത്യാസമില്ലാതെ, ശൈവ വൈഷ്ണവ വ്യത്യാസമില്ലാതെ ഒരു ദ്വന്ദ്വാതീതമായിട്ട് ഓണം ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണം. അപ്പോൾ ഈ ശൈവ വൈഷ്ണവ സമന്വയമായ ഉത്സവമാണ് ഓണം എന്നുകൂടി പറയാം. ശിവഭക്തനായ മഹാബലി രാജാവും വിഷ്ണു വൈഷ്ണവ അവതാരമായ വാമനമൂർത്തിയും ചേരുന്ന ഓണം. അതുകൊണ്ട് ഇതിന് സമഭാവനയുടെ സൗന്ദര്യമുണ്ട്. അതാണ് ഓണത്തിൻ്റെ സൗന്ദര്യം. ഇവിടെ ഓണത്തിന് സൗന്ദര്യം സംഭാവനയുടെ സൗന്ദര്യമാണ്, ഏകതയുടെ ഒരുമയുടെ സൗന്ദര്യമാണ്. അങ്ങനെയാണ് ഒരുമയുടെ ഓണം തന്നെ ആയി വരുന്നത്. അങ്ങനെ ഈ സമഭാവനയുടെ എല്ലാവരും ഒന്നുപോലെ കാണുന്ന ഓണം, ആ ഓണത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്, ആ നല്ല കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ആ ഒരുമയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഉത്സവം കൂടിയാണ് ഓണം. അങ്ങനെ നമുക്കും അങ്ങനെ ഒത്തൊരുമയോടുകൂടി തന്നെ ഇവിടെ ഭേദഭാവങ്ങളില്ല. ശൈവ വൈഷ്ണവനെന്നോ ദേവാസുരനെന്നോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഭേദഭാവങ്ങൾ ഇവിടെ ഇല്ല. എല്ലാ മനുഷ്യരും ഒരുമിച്ച്, കേരളത്തിൻ്റെ ചരിത്രത്തെ നോക്കുമ്പോൾ തന്നെ കേരളത്തിലെ എല്ലാ വിഭാഗം മനുഷ്യരും ഒരുമിച്ച് ഏകോദര സഹോദരങ്ങളെപ്പോലെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണം. അത് ആവുന്നത് ഇങ്ങനെയാണ്. ഇവിടെ മഹാബലിയും വാമനനും രണ്ട് സങ്കല്പത്തെ നമ്മൾ ഒരുപോലെ ആരാധിക്കുന്നു, പൂജിക്കുന്നു. നമ്മൾ ആചാരങ്ങളും പ്രകടമാണത്. അതായത് നമ്മൾ ഓണത്തിന് 10 ദിവസം, അത്തം മുതൽ 10 ദിവസം, ഇക്കൊല്ലം 11 ദിവസം ആണ്, ചില ദിവസങ്ങൾ 10 ദിവസം 11 ദിവസമൊക്കെ വരും. ഏതായാലും അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസം നമ്മൾ ഓണം പൂക്കളമിടുന്നു, മുറ്റത്ത് പൂക്കളമിടുന്നു. ആ പൂക്കളമിട്ട് നമ്മൾ വരവേൽക്കുന്നത് മഹാബലി തമ്പുരാനെ തന്നെയാണ്. മാവേലിയെ വരവേറ്റുകൊണ്ടാണ് മുറ്റത്ത് പൂക്കളമിടുന്നത്. അത് കഴിഞ്ഞ് ഓണത്തലേന്ന് അല്ലെങ്കിൽ ഓണത്തിനന്ന് രാവിലെ നമ്മൾ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച് പൂജ നടത്തുന്നു. അത് തൃക്കാക്കരയപ്പൻ വാമനമൂർത്തിയാണ്. തൃക്കാക്കര ക്ഷേത്രത്തിലെ വാമനമൂർത്തി സങ്കല്പിച്ച്, അത് വാമനമൂർത്തി തന്നെ, മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനമൂർത്തി തന്നെ. അപ്പം പൂക്കളമിട്ട് മഹാബലിയെ വരവേൽക്കുന്നു, ഒപ്പം തൃക്കാക്കരപ്പനെ വെച്ച് വാമനമൂർത്തിയെ ആരാധിക്കുന്നു. അപ്പം മഹാബലിയും വാമനനും രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമേ ഓണമാകുന്നുള്ളൂ. അല്ലെങ്കിൽ അല്ലാതെ മഹാബലിയെ മാത്രം ആരാധിച്ചാൽ ഓണമാകുന്നില്ല, വാമനമൂർത്തിയെ മാത്രം പൂജിച്ചാലും ഓണമാകുന്നില്ല. അതാണ് ഓണത്തിൻ്റെ സൗന്ദര്യം. ഈ സമഭാവന, ഈ ദ്വന്ദ്വാതീതമായ അദ്വൈതം, ഒന്ന് എന്ന സങ്കല്പം, അതാണ് ഓണത്തിൻ്റെ സൗന്ദര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഓണം ആഘോഷിക്കണം. നമ്മൾ എല്ലാ ഭേദഭാവങ്ങളും വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട് നമുക്ക് ഓണം ആഘോഷിക്കണം. ഈ ഒരുമയുടെ സങ്കല്പം നമുക്ക് ഉയർത്തിപ്പിടിക്കുകയും വേണം. അപ്പോൾ നമുക്കങ്ങനെ ആ മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ